ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സാറ്റലൈറ്റ് സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നാച്ചുറൽ സാറ്റലൈറ്റാണ് മൂൺ. അതല്ലാതെ ഒത്തിരി ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് നമ്മളിന്ന് യൂസ് ചെയ്യുന്നുണ്ട്. ആര്യഭട്ട, ഇൻസാറ്റ്, ഇങ്ങനെ ഒത്തിരി ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റും നമ്മളിന്ന് യൂസ് ചെയ്യുന്നുണ്ട്. എ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ഈസ് ആൻ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് that act as a radio relay station in orbit above the earth that receives, amplifies and redirects analog and digital signals carried on a specific radio frequency. It acts as a repeater in long distance communication path. Satellite communication is simply the communication of the satellite in space with large number of earth stations on the ground. A communication satellite can be viewed as a large microwave repeater. ഇതാണ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ. ഇതിനകത്ത് സാറ്റലൈറ്റ് കാണിച്ചിട്ടുണ്ട്, 2 എർത്ത് സ്റ്റേഷനും ഉണ്ട്. യൂസേഴ്സ് ആർ കണക്റ്റഡ് ടു ദ എർത്ത് സ്റ്റേഷൻ വയ സം ടെലിഫോൺ സ്വിച്ച് ഓർ സം ഡെഡിക്കേറ്റഡ് ലിങ്ക്. ദേ ജനറേറ്റ് ബേസ് ബാൻഡ് സിഗ്നൽസ് which is processed at earth station and then transmitted to the satellite through dish antennas. The satellite receives the uplink frequency and then the transponder present inside the satellite does the processing function and then transmit the downlink signal at a different frequency. The earth station then receives the signal from the satellite through parabolic dish antenna and process it to get back the baseband signal. The baseband signal is then transmitted to the respective user via dedicated link or other terrestrial system. നമ്മൾ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണം കൺവെൻഷണൽ ആയിട്ടുള്ള പല മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനും ഫെയിൽ ആയതുകൊണ്ടാണ്. ഗ്രൗണ്ട് വേവ്, സ്പേസ് വേവ്, സ്കൈ വേവ്, ഇങ്ങനെ ഒത്തിരി മോഡ്സ് നമ്മൾ യൂസ് ചെയ്തിരുന്നു. ഗ്രൗണ്ട് വേവ് ഡ്യൂ ടു കണ്ടക്ഷൻ ലോസ് ആൻഡ് സ്പേസ് വേവ് ഡ്യൂ ടു ലിമിറ്റഡ് ലൈൻ ഓഫ് സൈറ്റ് ആൻഡ് സ്കൈ വേവ് ഡ്യൂ ടു പെനട്രേഷൻ ഓഫ് ദ അയണോസ്ഫിയർ ബൈ ദ ഹയർ ഫ്രീക്വൻസി ബിയോണ്ട് ക്രിറ്റിക്കൽ ഫ്രീക്വൻസി. Frequencies above 30 MHz cannot propagate by conventional mode due to the penetration of frequencies beyond 30 MHz through ionosphere. A single satellite can provide coverage to over 30% of Earth's surface and thus was adopted for long distance communication. Communication links could be set up throughout the entire world using satellite. This can be done with other modes of communication due to some severe limitations. It is often the only solution for some isolated areas. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ചില ബേസിക് ടേംസ് ആണ്. ഈ ഫിഗറിനകത്ത് ഇത് എർത്താണ്, ഇത് സാറ്റലൈറ്റ് ആണ്, ഇത് അതിൻ്റെ ഓർബിറ്റ്. അപ്വേർഡ് ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സും ഡൗൺവേർഡ് ഒരു അട്രാക്റ്റീവ് ഫോഴ്സും ഉണ്ട്. സ്റ്റേബിൾ ഓർബിറ്റ് എന്ന് പറയുന്നത് FG = FC ആകുമ്പോഴാണ്. അട്രാക്റ്റീവ് ഫോഴ്സ് FG = M എന്ന് പറയുന്നത് മാസ് ഓഫ് സാറ്റലൈറ്റ്, G എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ക്യാപിറ്റൽ R എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് എർത്തും സ്മോൾ r എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ടു സെൻറ്റർ ഓഫ് ദി എർത്തും ആയിരിക്കും. സെൻട്രിഫ്യൂഗൽ ഫോഴ്സിനകത്ത് ഒമേഗ എന്ന് പറയുന്നത് ആംഗുലാർ വെലോസിറ്റിയാണ്. സോ ഈ 2 ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്ത് നമുക്ക് സ്മോൾ ആർ ഡിസ്റ്റൻസ് ടു ദ സെൻറ്റർ ഓഫ് ദി എർത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ചില ആംഗിൾസ് ആണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻക്ലിനേഷൻ ആംഗിളാണ്, ആംഗിൾ ബിറ്റ്വീൻ ഓർബിറ്റ് ആൻഡ് ഇക്വേറ്റർ. ദെൻ എലവേഷൻ ആംഗിൾ ബിറ്റ്വീൻ സാറ്റലൈറ്റ് ആൻഡ് ഹൊറിസോൺ. നെക്സ്റ്റ് ഫിഗർ എന്ന് പറഞ്ഞാൽ ഫുട് പ്രിൻ്റ് ആണ്, അതായത് സാറ്റലൈറ്റിൻ്റെ എർത്തിനകത്ത് കവറേജ് ഏരിയ ആണ് അത്. കംപ്ലീറ്റ് റൊട്ടേഷൻ ടൈം ഡിപ്പെൻഡ് ചെയ്യുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സാറ്റലൈറ്റ് ആൻഡ് എർത്തിനെയാണ്.
ടിപ്പിക്കലി സെപ്പറേറ്റഡ് ഫ്രീക്വൻസീസ് ഫോർ അപ്ലിങ്ക് ആൻഡ് ഡൗൺലിങ്ക് ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ട്രാൻസ്പോണ്ടേഴ്സ് യൂസ്ഡ് ഫോർ സെൻഡിങ്, റിസീവിങ് ആൻഡ് ഷിഫ്റ്റിംഗ് ഓഫ് ഫ്രീക്വൻസീസ്. ട്രാൻസ്പെറൻറ്റ് ട്രാൻസ്പോണ്ടർ എന്ന് പറഞ്ഞത് യൂസ്ഡ് ഓൺലി ടു ഷിഫ്റ്റ് ഓഫ് ഫ്രീക്വൻസിക്കാണ്. ദെൻ റീജനറേറ്റീവ് ട്രാൻസ്പോണ്ടർ എന്ന് പറഞ്ഞത് യൂസ് ചെയ്തിരുന്നത് അഡീഷണലി സിഗ്നൽ റീജനറേഷന് വേണ്ടിയായിരുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്ന ഡിഫറെൻ്റ് ആപ്ലിക്കേഷൻസ് ആണ്. ട്രഡീഷണൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വെതർ പ്രഡിക്ഷന് വേണ്ടി വെതർ സാറ്റലൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. റേഡിയോ ആൻഡ് TV ബ്രോഡ്കാസ്റ്റ് സാറ്റലൈറ്റുകൾ യൂസ് ചെയ്യുന്നുണ്ട്. മിലിറ്ററി ആപ്ലിക്കേഷന് വേണ്ടി സാറ്റലൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. GPS-നകത്ത് സാറ്റലൈറ്റ് ഫോർ നാവിഗേഷൻ ആൻഡ് ലോക്കലൈസേഷൻ യൂസ് ചെയ്യുന്നു. ടെലികമ്മ്യൂണിക്കേഷനകത്ത് ഗ്ലോബൽ ടെലിഫോൺ കണക്ഷനകത്ത്, ഗ്ലോബൽ മൊബൈൽ കണക്ഷനകത്ത്, റിമോട്ട് പ്ലേസസിലെ കമ്മ്യൂണിക്കേഷന് വേണ്ടി, ഇങ്ങനെ ഒത്തിരി ആപ്ലിക്കേഷൻസിന് വേണ്ടി സാറ്റലൈറ്റ് ഇന്ന് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി കാണാൻ പോകുന്നത് ആറ്റുനേഷനാണ്. Attenuation is caused due to scattering and absorption of electromagnetic wave by water drops. Atmospheric attenuation caused by air and water can impair the transmission. It is particularly bad during rain and fog. Absorption increases molecular energy and corresponding loss occurs in signal energy. Parameters like attenuation or received power determined by 4 parameters: sending power, gain of sending antenna, distance between sender and receiver, gain of receiving antenna. Loss L എന്ന് പറഞ്ഞാൽ 4πRF/C ആണ്, C ഹോൾ സ്ക്വയർ ആണ്. L എന്ന് പറഞ്ഞാൽ ലോസ്, F എന്ന് പറയുന്നത് കാരിയർ ഫ്രീക്വൻസി, R എന്ന് പറയുന്ന ഡിസ്റ്റൻസ്, C എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്. ഇനി നമ്മൾ ഓർബിറ്റുകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓർബിറ്റ് എന്ന് പറയുന്നത് സാറ്റലൈറ്റിൻ്റെ പാത്താണ്. An orbit is the path that a satellite follows as it revolves around the earth. 4 തരത്തിലുള്ളതുണ്ട്: ജിയോ, ലിയോ, മിയോ, ഹിയോ. ഫസ്റ്റ് കാണാൻ പോകുന്നത് ലിയോ, ലോ എർത്ത് ഓർബിറ്റ് ആണ്. അത് 500 to 2000 കിലോമീറ്റർ എബോവ് ദി എർത്ത് ആയിരിക്കും. These orbits are much closer to the earth, so requiring satellite to travel at a very high speed in order to avoid being pulled out of orbit by Earth's gravity. ലിയോ ഓർബിറ്റിൽ റൊട്ടേറ്റ് ചെയ്യുന്ന സാറ്റലൈറ്റ്സിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് വെരി ഹൈ ആയിരിക്കണം, ഇല്ലെങ്കിൽ എർത്തിൻ്റെ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. At Leo, a satellite can circle the Earth in approximately 1.5 hours. Advantage എന്ന് പറയുന്നത് a Leo satellite's proximity to Earth compared to a Geo satellite gives it a better signal strength and less of time delay, which make it better for point-to-point communication. A Leo satellite's smaller area of coverage is less of a wastage of bandwidth. Disadvantage എന്ന് പറയുന്നത് a network of Leo satellite is needed, which can be costly. Leo satellites have to compensate for Doppler shift caused by their relative movement. നെക്സ്റ്റ് എന്ന് പറയുന്നത് മീഡിയം എർത്ത് ഓർബിറ്റ് ആണ്. ഇതെന്ന് പറയുന്നത് 8000 to 20,000 കിലോമീറ്റർ എബോവ് ദി എർത്ത് ആയിരിക്കും. ദീസ് ഓർബിറ്റ്സ് ആർ പ്രൈമർലി റിസർവ്ഡ് ഫോർ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സ് ദാറ്റ് കവേഴ്സ് ദ നോർത്ത് ആൻഡ് സൗത്ത് പോൾ. മിയോസ് ആർ പ്ലേസ്ഡ് ഇൻ ആൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ്. അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എ മിയോ സാറ്റലൈറ്റ്സ് ലോങ്ങർ ഡ്യൂറേഷൻ ഓഫ് വിസിബിലിറ്റി ആൻഡ് വൈഡർ ഫുട് പ്രിൻറ്റ് മീൻസ് ഫ്യൂവർ സാറ്റലൈറ്റ്സ് ആർ നീഡഡ് ഇൻ എ മിയോ നെറ്റ്വർക്ക് ദാൻ എ ലിയോ നെറ്റ്വർക്ക്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എ മിയോ സാറ്റലൈറ്റ്സ് ഡിസ്റ്റൻസ് ഗിവ് ഇറ്റ് എ ലോങ്ങർ ടൈം ഡിലേ ആൻഡ് വീക്കർ സിഗ്നൽ ദാൻ എ ലിയോ സാറ്റലൈറ്റ്, ദോ നോട്ട് ആസ് ബാഡ് ആസ് ജിയോ സാറ്റലൈറ്റ്. ഇനി ജിയോ സ്റ്റേഷനറി എർത്ത് ഓർബിറ്റ്. ദീസ് സാറ്റലൈറ്റ്സ് ആർ ഇൻ ഓർബിറ്റ് 35,863 കിലോമീറ്റർ എബോവ് ദി എർത്ത് സർഫസ് along the equator.
The satellites travel in the same direction and at the same speed as Earth's rotation on its axis, taking 24 hours to complete a full trip around the globe. Thus, as long as a satellite is positioned over the equator in an assigned orbital location, it will appear to be stationary with respect to a specific location on the Earth. A single geostationary satellite can view approximately 1/3 of Earth's surface. So, 3 satellites are used for complete coverage of Earth. Advantage എന്ന് പറയുന്നത് a geo satellite's distance from Earth give it a larger coverage area, almost a fourth of Earth's surface. Geo satellites have a 24-hour view of a particular area. These factors make it ideal for satellite broadcast and other multi-point applications. Disadvantage എന്ന് പറയുന്നത് a geo satellite's distance also cause it to have both a comparatively weak signal and a time delay in the signal, which is bad for point-to-point communication. Geo satellites centered above the equator have difficulty broadcasting signal to near polar region. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മൊബൈൽ സിസ്റ്റത്തിൻ്റെ വർക്കിംഗ് ആണ്. ഇത് 2 സാറ്റലൈറ്റുകളാണ്, അതിൻ്റെ ഇടയിൽ ഇൻ്റർ സാറ്റലൈറ്റ് ലിങ്ക് ഉണ്ട്. ഇത് മൊബൈൽ സ്റ്റേഷനാണ്. ഇത് ISDN ബേസ് സ്റ്റേഷൻ അല്ലെങ്കിൽ ഗേറ്റ് വേ, PSTN, അതിനകത്ത് GSM ഉണ്ട്. ഇനി റൗട്ടിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് മൂവിങ് ദ പാക്കറ്റ് ഫ്രം സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ. ഇറ്റ് ഇൻവോൾവ്സ് സെലക്ടിങ് എ പാത്ത് ടു ട്രാൻസ്ഫർ ദ ഡാറ്റ പാക്കറ്റ്സ് അപ് ടു ഡെസ്റ്റിനേഷൻ. If a satellite system support inter satellite link, ഇവിടെ കാണിച്ചേക്കുന്ന ഇൻ്റർ സാറ്റലൈറ്റ് ലിങ്ക് ഉണ്ടെങ്കിൽ ഇവിടെ മൊബൈൽ സ്റ്റേഷൻ ഡാറ്റ സെൻഡ് ചെയ്തു, അത് ഈ സാറ്റലൈറ്റിൽ കിട്ടി, അത് അടുത്ത സാറ്റലൈറ്റിലോട്ട് കൊടുത്തു, അങ്ങനെ റിസീവർ എൻഡിലുള്ള സാറ്റലൈറ്റിൽ കിട്ടി, അത് റിസീവറിന് കിട്ടി. If a satellite system support ISL, one user send data up to a satellite and the satellite forward it to the one responsible for the receiver via other satellite. The last satellite now send the data down to the Earth. This means that only one uplink and one downlink per direction is needed. The ability of routing within the satellite network reduces the number of gateways needed on the Earth. ഇനി പറയുന്ന ലോക്കലൈസേഷൻ. Localization involves identifying a user and tracking its geographical location in order to prove a better user experience. Localization of user in satellite networks is similar to that of terrestrial cellular network. One additional problem arises from the fact that now the satellites move as well. The gateway of satellite network maintains several registers. HLR store all static information about a user as well as his or her current location. The last known location of the mobile user is stored in the VLR. Satellite User Mapping Register SUMR stores current position of satellite and a mapping of each user to the current satellite through which communication with the user is possible. In registration of mobile station. A mobile station initially sends a signal which one or several satellites can receive. Satellite receiving such a signal report this event to a gateway. The gateway can now determine the location of the user via location of the satellite. User data is requested from users HLR, VLR and SUMR are then updated. Calling a mobile station. A call is forwarded to a gateway which localizes the mobile station using HLR and VLR.
With the help of the SUMR, the appropriate satellite for communication can be found and then communication connection can be set up. Handover. Handover is the process of transferring satellite control responsibility from one Earth station to another without loss of interruption of service. Intra-satellite. A user might move from one spot beam of satellite to another spot beam of the same satellite. Mobile station still in the footprint of the satellite but in another cell. Using special antenna, a satellite can create several spot beams within its footprint. Inter-satellite handover. If a user leaves the footprint of a satellite or if the satellite moves away, a handover to the next satellite takes place. This might be hard handover switching at one moment or a soft handover using both satellites at the same time. Inter-satellite handover can also take place between satellites if they support ISLS. Inter-satellite links. Gateway handover. While the mobile user and satellite might still have good contact, the satellite might move away from the current gateway. The satellite has to connect to another gateway. Inter-system handover. Handover from the satellite network to a terrestrial cellular network. Satellite systems are used in remote areas if no other network is available. As soon as traditional cellular networks are available, users might switch to this type usually because it is cheaper and offers lower latency. Mobile station can reach a terrestrial network again which might be cheaper, has a lower latency, etc. Global positioning system. The Global Positioning System is a satellite-based navigation system. It comprises a network of 24 satellites at an altitude of 20,000 km, period of 12 hours and an inclination of 55 degrees. Although it was originally intended for military application, the system is available for civilian use since 1980. It allows land, sea and airborne users to measure their position, velocity and time. It works in any weather condition 24 hours a day. Positioning is accurate to within 15 meters. Used for land and sea navigation using principle of triangulation. At any time, at least 4 satellites are visible from any point of Earth. A GPS receiver can find out the location on a map. Was widely used in Gulf War.